ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുട്ടികൾക്ക് വേണ്ടി നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് തയ്യാറാക്കുന്നത്. ഇത് കുട്ടികളുടെ വളർച്ചയ്ക്കും ഓർമ്മശക്തി കൂടുന്നതിനും ബുദ്ധിക്കുമൊക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ മാർക്കറ്റിൽ നിന്നും ഹോർലിക്സ്, ബോൺവിറ്റ ഇതെല്ലാം വാങ്ങിച്ച് തയ്യാറാക്കി കൊടുക്കാറുണ്ട്. എന്നാൽ ഇതിൽ നിന്നും ഹെൽത്തിയും ടേസ്റ്റിയുമായ ബദാം മിൽക്കാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും സിനീസ് കിച്ചൺ മെമ്മറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബദാം മിൽക്ക് തയ്യാറാക്കുന്നതെന്ന്. ഒരു പാനിലേക്ക് 1 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യണേ. ഇനി ഈ പാല് തിളപ്പിക്കണം. പാല് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 4-5 മിനിറ്റ് ഒന്നുകൂടെ തിളപ്പിക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റൊക്കെ തയ്യാറാക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ബദാം. 10 ബദാം 6-7 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുക. ബദാം മിൽക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ബദാം എപ്പോഴും സോക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. സോക്ക് ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടുന്നത്. ഈ ബദാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അല്പം പാലൊഴിച്ച് ഇത് ചെറിയ മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കണ്ടോ, ചെറിയ തരികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബദാമിന് ഗ്ലൈസീമിക് ലോഡ് 0 ആണ്. ഇത് കുട്ടികളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൂടുന്നതിനും എല്ലുകൾക്കും പല്ലുകൾക്കും നല്ല ആരോഗ്യം കൊടുക്കുന്നതിനും ബദാം കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. സ്കിൻ ഡിസീസ് കുറയ്ക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നു. ഇതിലെ വൈറ്റമിൻസ്, മിനറൽസ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ കുട്ടികളുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കും ഓർമ്മശക്തി കൂടുന്നതിനും കോൺസെൻട്രേഷൻ കൂടുന്നതിനൊക്കെ വളരെ സഹായകമാണ്. ഇനി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അല്പം പാലൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ബദാം മിൽക്കിന് വേണ്ട കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാല് വെച്ചിട്ട് 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഈ പാലിലേക്ക് അല്പം കേസർ ഇട്ട് കൊടുക്കുക. കേസർ കളറിന് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ഒഴിവാക്കുക. പകരം ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ബദാം പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1-2 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒത്തിരി തിക്കാക്കരുത് കേട്ടോ, കുറച്ച് ലൂസായിട്ടിരിക്കണം. ഇപ്പോൾ കണ്ടോ, ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായി വരും. ഇനി ഈ പാൽ സ്റ്റവിൽ നിന്ന് ഇറക്കി വയ്ക്കുക. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക. നന്നായി തണുപ്പിച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പ് ചെയ്ത ബദാം, പിസ്ത, കാഷ്യൂ നട്ട്സ് ഒക്കെ ചേർക്കാട്ടോ. ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായി അല്പം കേസർ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്